ഹേയ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ഇന്ന് രാവിലെ എണീറ്റപ്പോഴേ നമുക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. കാരണം ആ 6 ദിവസത്തെ ഒരു ട്രിപ്പ് അവസാനിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട്. നമ്മളെ ബിൽഡിങ്ങും നമ്മളെ അപ്പാർട്ട്മെൻറ്റും പിന്നെ നമ്മളെ ലൊക്കാലിറ്റിയിലൊക്കെ നമ്മൾ ഫുൾ അഡ്ജസ്റ്റഡായി, നമ്മൾ ഭയങ്കര യൂസ്ഡായി. ശരിക്കൊരു ഹോംലി ഫീല് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മളൊരു ട്രിപ്പ് വന്നതാന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ ശരിക്കൊരു വീട്ടിൽ നിൽക്കുന്ന പോലെ ഫീലാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് മലേഷ്യയിൽ നിന്ന് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഞാൻ ഒന്നും കൂടെ ആ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വിൻഡോ ഒക്കെ തുറന്ന് കുറേ നേരം ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിന്ന് ആ ഒരു വാട്ടർ ബോഡിയും പിന്നെ കുറേ ബ്രിഡ്ജും കാര്യങ്ങളും, അതുപോലെ മെട്രോ പോണത് കാണാം, പിന്നെ അപ്പുറത്ത് മോണോ റെയിൽ കാണാം. അപ്പം അങ്ങനെ അത് വല്ലാത്തൊരു കാഴ്ചയാണ്. അപ്പം അതിനി കാണാൻ പറ്റില്ലല്ലോ എന്നാലോചിച്ചിട്ട് മിസ് ചെയ്യുമല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ കുറേ നേരം വിൻഡോ തുറന്ന് നോക്കി നിന്നു കേട്ടോ. പിന്നെ നമുക്കന്ന് രാവിലെ 9:30 ആയപ്പോഴേ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കറക്റ്റ് ടൈമിന് തന്നെ എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ അവിടെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടല്ല, ഞങ്ങൾക്ക് പുറത്ത് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു. വേറെ എവിടെയല്ല കേട്ടോ, നമ്മൾ സമദ് ഖാൻ്റെ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് നമുക്ക് അന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കറക്റ്റ് ടൈമിന് തന്നെ ബസ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. യൂഷ്വലി ഇങ്ങനത്തെ വലിയ ബാച്ചസൊക്കെ ആകുമ്പോൾ അവരെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, എസ്പെഷ്യലി ടൈമിൻ്റെ കാര്യത്തിൽ. പക്ഷേ എന്തോ ഞങ്ങളുടെ ഈ ഒരു 45 ആളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരാളും കാരണം നമുക്ക് ഒരു എവിടെയെങ്കിലും ഒരു സ്പോട്ട് മിസ്സാവേ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലേറ്റ് ആവണ ഇഷ്യൂ, അങ്ങനത്തെ ഒരു ഇഷ്യൂസും നമുക്ക് ആ ഒരു 6 ദിവസത്തിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ സമയത്ത് എല്ലാവരും ചെക്ക് ഔട്ടൊക്കെ ചെയ്ത് നമ്മൾ ബസ്സിന് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സമയം എവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളന്ന് ആദ്യം പോയത് ചൈനീസ് ടെമ്പിളിലാണ്. അത്യാവശ്യം നല്ല വലിയൊരു ടെമ്പിളാണ് കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതായത് ഇന്ന റിലീജിയനിലുള്ള ആളുകൾ എവിടെ കയറാവോ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും കയറാം, കാണാം. പക്ഷേ കുറച്ച് കാര്യങ്ങൾ, അതായത് ചില സ്ഥലത്ത് നമ്മൾ ഫുഡ് വെയർ റിമൂവ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ മതി. പിന്നെ ചൈനീസ് ടെമ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റെപ്സ് ഉണ്ടാകും കേട്ടോ. ഇവരുടെ ഒരു ബിലീഫ് വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കുറേ സ്റ്റെപ്സ് താണ്ടിയിട്ട് പോകണം, അപ്പോഴാണ് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ സ്വീകരിക്കാമെന്നൊരു വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സ്റ്റെപ്സ് കയറിയാൽ അവിടെ ഒരു ചെറിയ പ്രെയർ ഹാൾ ഉണ്ടാവും. പിന്നെ അടുത്ത പ്രെയർ ഹാൾ വരുന്നത് വീണ്ടും കുറച്ച് സ്റ്റെപ്സ് കയറിയിട്ടാണ്. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഇവരെ ടെമ്പിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ഓരോ പ്രെയർ ഹാളിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ. പിന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല കേട്ടോ. എന്നാൽ ഇവരുടെ പ്രെയർ ഹാളും പിന്നെ അവിടെയൊക്കെ അറേഞ്ച് ചെയ്തതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇവരുടെ ദൈവങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. നമ്മളെ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവിടെ പൂജാരിനെയും ഒക്കെ കാണുമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവിടെ അവരുടെ കാര്യങ്ങളൊക്കെ അവർ സെൽഫായിട്ട് തന്നെ ചെയ്യണം. പിന്നെ ഞാൻ അവിടെ കയറിയ പ്രെയർ ഹാളിലൊക്കെ കണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ പ്രെയർ ഹാളിലും കുറച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നവർ കത്തിച്ച് വെക്കണതാട്ടോ. പിന്നെ നമ്മൾ നാട്ടിൽ ഉള്ള അമ്പലങ്ങളിൽ പോലെ അവിടുത്തെ പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ പുറത്ത് ചെറിയ ഷോപ്പുകളിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഇതുപോലെ ചന്ദനത്തിരികളും പിന്നെ ക്യാൻഡിൽസും അങ്ങനെ അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ അവർക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ചെന്നത് കൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ അവിടെ പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ പൂജയ്ക്കോ വേണ്ടി വന്ന ആരെയും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ആളോ തിരക്കോ ഒന്നും നമുക്കവിടെ ഫീൽ ചെയ്തില്ല. അങ്ങനെ അവിടുത്തെ എല്ലാ പ്രെയർ ഹാൾസും ഞാൻ കയറി ഇറങ്ങി കണ്ടു കേട്ടോ. കാരണം നമ്മളൊരു ചൈനീസ് ടെമ്പിൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ കാണാൻ വേണ്ടി വന്നതല്ലേ.
അപ്പോൾ ഫുള്ളായിട്ടൊന്ന് കറങ്ങി കണ്ടു. പിന്നെ ഈ മുകളിലത്തെ പ്രെയർ ഹാളിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഭയങ്കര സ്പെക്ടാക്കുലറാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. അങ്ങനെ ഈ മുകളിലത്തെ പ്രെയർ ഹാളിൽ നിന്നും മുകളിലോട്ട് വീണ്ടും സ്റ്റെപ്സ് ഉണ്ട്. അങ്ങനെ അടുത്ത സ്റ്റെപ്സും കയറി നമ്മളെല്ലാവരും മുകളിലെത്തി. അവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഒരു ചെറിയ തൂക്കുപാലുണ്ട് കേട്ടോ. നല്ല ഭംഗിയിലാട്ടോ അവർ ഈ ടെമ്പിളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതും. പിന്നെ അതുപോലെ അതിൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ ഭയങ്കര നീറ്റാണ്. പിന്നെ അതിനെ ചുറ്റും നടന്ന് ഒരുപാട് ദൂരം നമുക്ക് കാണാൻ മാത്രമുള്ള ഏരിയ ഉണ്ട് കേട്ടോ. അത്രയും ഏരിയയിലാണ് ഇതിരിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബ്രോഗ ഫാമിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ദുരിയൻ വിൽക്കുന്നൊരു ഷോപ്പ് കണ്ടത്. അതായത് ദുരിയൻ ആ സമയത്ത് സീസൺ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചൈനീസ് മാർക്കറ്റിലല്ലാണ്ട് വേറെ എവിടെയും നമ്മൾ ദുരിയൻ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവിടുന്ന് തിരിച്ചു പോകുന്ന വഴിക്കാണ് ദുരിയൻ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കഴിച്ച് നോക്കാത്തവർക്ക് ടേസ്റ്റ് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തിൽ ഇഷ്ടമുള്ളവർ, അതായത് കഴിക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ ഷൂട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇതിന് പെർ kg 20 റിങ്കറ്റാണ് വരുന്നത്. ഇതുപോലെ ഒരു ചക്കൻ്റെ ഉള്ളിൽ ചിലപ്പം 3 4 അല്ലെങ്കിൽ 2 ചുളയൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം ഈ ചക്കൻ്റെ അകത്ത് ഒരു സൈഡിൽ 2 ചുളയുണ്ട്, മറ്റേ സൈഡിൽ ഒന്നുമില്ലാത്തതുകൊണ്ട് അവർ വീണ്ടും വേറെ ചക്ക എടുത്തിട്ട് തുറന്നു. ഞാൻ ചെന്നപാടെ ഉപ്പ് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു. പക്ഷെ അതിൻ്റെ ആ ഒരു സ്ട്രോങ് സ്മെല്ലില്ലേ, അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടാവില്ല. അപ്പം അങ്ങനെ ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് ആദില. അവൾ ആദ്യമായിട്ട് ഈ ഒരു ചക്ക ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ വിചാരിച്ചു ഇഷ്ടാവില്ല എന്ന്. പക്ഷെ അവൾ ഭയങ്കര കൂളായിട്ടാണ് കഴിക്കുന്നത്. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സ്മെല്ലാണ്. ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ്. അതായത് ഒരു ചക്കയും പിന്നെ ഗാർലിക്കും എല്ലാം കൂടെ മിക്സായിട്ട് വരുന്ന ഒരു സ്മെല്ല് പോലെ നമുക്ക് തോന്നാം. അപ്പോൾ ആ സ്മെല്ല് കാരണം നമുക്ക് കഴിക്കാൻ വരെ പറ്റില്ല. കഴിക്കാൻ ഭയങ്കര സ്വീറ്റാണ്, പക്ഷെ അത്രയും സ്ട്രോങ് ആണ് അതിൻ്റെ സ്മെല്ല്. ഇത് നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ എത്രയോ ടൈം അതിൻ്റെ സ്മെല്ലിരിക്കും. അങ്ങനെ നമ്മൾ ഫാമിലിക്ക് പോകുന്ന വഴി ഇതുപോലെ ദൂര്യൻ കായ്ച്ചിട്ടുള്ള ഒരുപാട് മരങ്ങൾ കണ്ടു കേട്ടോ. പക്ഷെ നമുക്കത് തൊടാനോ അല്ലെങ്കിൽ അത് പറിക്കാനോ ഒന്നും അലൗഡ് അല്ല. മലേഷ്യയിൽ ഇതുപോലെ പല വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന ഫാമിൽ തന്നെ നമ്മൾ കാണാത്ത പല വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ നാട്ടിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള റംബുട്ടാൻ അതുപോലെ മാംഗോസ്റ്റീനൊക്കെ നമ്മളെ നാട്ടിലത്തെക്കാളും കമ്പാരിറ്റീവ്ലി ചീപ്പറാണ്. മാത്രമല്ല ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. നമ്മളെ നാട്ടിലേക്ക് വരുമ്പോൾ കുറേ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. യൂഷ്വലി നമുക്ക് അലൗഡ് ആയിട്ടുള്ളത് 7 kg ഹാൻഡ് ലഗേജ് മാത്രമാണ്. ഞങ്ങൾ കുറച്ച് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ട് 20 kg എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മലേഷ്യൻ ട്രിപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ഡെസ്റ്റിനേഷനായ ബ്രോഗ ഫാമിലെത്തി. ഫാമിൽ പിന്നെ പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ, അതായത് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ചില പ്രത്യേക തരം ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അവിടുത്തെ ആനിമൽസ് ആട്ടോ. അവരൊന്നും ഇങ്ങനെ സൂവിലൊക്കെ പോലത്തെ ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള കൂട്ടിലൊന്നും അല്ല ഉള്ളത്. നമുക്ക് അവരെ തൊടാനും പിടിക്കാനും ഒക്കെ പറ്റും. അങ്ങനെ ഫാം വിസിറ്റ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കവർ തന്നു. എല്ലാവരെയും കവറിൽ ക്യാരറ്റ്സ് കട്ട് ചെയ്തിട്ട് ഈ ആനിമൽസിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളോടൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ക്യാരറ്റ് അല്ല അവർ കണ്ട അപ്പം കഴിക്കാൻ തുടങ്ങും, അത് കഴിക്കരുത്, പിന്നെ അത് വാഷ് ചെയ്തിട്ടോ ക്ലീൻ ചെയ്തിട്ടോ ഒന്നും ഉണ്ടാവില്ല, ആനിമൽസിന് ഫീഡ് ചെയ്യാനുള്ളതല്ലേ, പീൽ ചെയ്തിട്ടോ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇത് ദൂരിയാനാട്ടോ. ദൂരിയാനൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കാഴ്ച നിൽക്കുന്നുണ്ട്. ഒരുപാട് മരങ്ങളുണ്ട് ദൂരിയാൻ്റെ. പിന്നെ വേറൊരു ടൈപ്പ് ഫ്രൂട്ട്, ഒരു സ്റ്റാർ ഫ്രൂട്ട്. പിന്നെ ഇതെന്താന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടില്ല, പക്ഷേ എന്തോ ഒരു ഫ്രൂട്ടാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല യെല്ലോ കളറായിട്ട് നല്ല രസമുള്ളൊരു സംഭവം. ആദ്യം കാണുമ്പോൾ നമുക്ക് ഫ്രൂട്ടാണോ ഫ്ലവറാണോ എന്നൊക്കെ ഒരു ഡൗട്ട് തോന്നും. ഈ ഫാമൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഇത് 2 സൈഡിലും ഫാമും അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ സ്റ്റെപ്പാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഇറങ്ങുന്ന വഴിക്ക് 2 സൈഡും പല പല ഫ്രൂട്ട്സും പിന്നെ പല പല ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങാം. ഏറ്റവും താഴെയാണ് നമ്മൾ ആനിമൽസും ബേർഡ്സൊക്കെ ഉള്ളത്. മാത്രമല്ല നമുക്ക് അന്ന് അവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കാണാനുണ്ടായിരുന്നു, അതായത് നമ്മുടെ യെല്ലോ പൈത്തൺ.
നമ്മളവിടെ എത്തുന്നതിന് മുന്നേ ഹംസക്ക നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പൈത്തണിനെ ആദ്യമായിട്ട് ആരാണോ നമ്മളെ തോളിലിട്ടിട്ട് അതിൻ്റെ തലയിലൊരു ഉമ്മ വെക്കണേ അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്കവിടെ വലിയൊരു ചലഞ്ച് ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് റാബിറ്റ്സ് ആണ്. ഇതുപോലെ ഈ കൂട് എന്നൊക്കെ പറഞ്ഞാൽ മുകളിലേക്കൊന്നുമില്ല, ഒരു ഹാഫ് ഫെൻസ് ആണുള്ളത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇവരെ തൊടാനും പിന്നെ പിടിക്കാനൊക്കെ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് റാബിറ്റിനെ ആയതുകൊണ്ട് ചെറിയ മക്കളൊക്കെ അവരുടെ കയ്യിലുള്ള ക്യാരറ്റ് ഫുൾ ആ റാബിറ്റിന് തന്നെ കൊടുത്തു. പിന്നെ ബേർഡ്സൊക്കെ ഇതുപോലെ ഫുൾ കേജിൽ തന്നെ ആയിരുന്നു കേട്ടോ. നല്ല പീലി വിടർത്തി നിൽക്കുന്ന പീക്കോക്ക്. കുറേ ആനിമൽസ് ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് ആനിമൽസ് ഉള്ളത് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഈ കാണുന്നതൊരു വലിയ ആമാണ് കേട്ടോ, ഒരു ഉപ്പാപ്പ ആമ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ക്യാമറയിൽ കണ്ടിട്ട് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. മാത്രമല്ല ഇതും അതുപോലെ ഹാഫ് ഫെൻസ് ആണ്. അപ്പം മുകളിൽ നിന്നൊക്കെ നമുക്ക് ഈ ആമനൊക്കെ തൊട്ട് നോക്കാം. നമ്മൾ ഈ ക്യാരറ്റും കൊണ്ട് വരുമ്പോൾ എല്ലാ ആനിമൽസും വാ തുറന്ന് അത് ആ ഫെൻസിൻ്റെ ഉള്ളിലൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആമേനെയും ഫീഡ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് പോയത് മാനിൻ്റെ അടുത്താണ്. മാനുകൾ അത്യാവശ്യം ഒരുപാടുണ്ട് കേട്ടോ. മാത്രമല്ല അവർ ഈ ക്യാരറ്റ് ഒരു ക്യാരറ്റ് വരുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ആ ക്യാരറ്റിന് വേണ്ടിയിട്ട് അടിപിടിയാണ്. അപ്പോൾ ഇവിടെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മത്സരമായിരുന്നു. ശരിക്കും നമുക്കതൊരു ഫാം ഫീൽ തന്നെ ആയിരുന്നു കേട്ടോ, അല്ലാതെ ഒരു സൂ പോയിട്ടുള്ളൊരു ഫീലല്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഈ ആനിമൽസൊക്കെ നമ്മളെ അടുത്ത്. മാത്രമല്ല കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആനിമൽസിനെ ഇങ്ങനെ തൊടാൻ അതുപോലെ ഫീഡ് ചെയ്യാൻ ചിലർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ ആ കുട്ടികളാവുമ്പം നമ്മൾ നോക്കി നിൽക്കുന്ന പോലെ കുറേ നേരം ഒരു ആനിമലിനെ നോക്കി നിൽക്കില്ലല്ലോ. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു, അടുത്തത് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയിൽ. അങ്ങനെ അവിടെ പോയിട്ട് വിളിച്ച് പറയുന്നുണ്ട്, അവിടെ ഒരു ടാങ്ക് പോലത്തെ ഒരു ഇതിലാണ് ഒരു യെല്ലോ പൈത്തൺ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ ടാങ്കിൻ്റെ ചുറ്റും ഇങ്ങനെ നിന്നിട്ട് ആ യെല്ലോ പൈത്തണെ നോക്കിയിരിക്കുമായിരുന്നു. പാമ്പെന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലൊരു ഭയമല്ലേ വരിക. അതേപോലെ തന്നെ നമുക്ക് ആ യെല്ലോ പൈത്തനെ കണ്ടപ്പോഴും ഒരു പേടിയായിരുന്നു. നമ്മളിങ്ങനെ ആലോചിക്കായിരുന്നു, എങ്ങനെയാണ് അതിനെ പിടിക്കുക, അതിനെ തൊടുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ കിടപ്പും ആ സൈസൊക്കെ കണ്ടാൽ നമുക്കതൊന്നും ആലോചിക്കാനേ പറ്റില്ല. പിന്നെ അവിടെ ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു, അതുപോലെ ആട്ടിൻകുട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചാലഞ്ചിലേക്ക് പോയിട്ടോ. ഫസ്റ്റ് ആ ചാലഞ്ച് ഏറ്റെടുത്തിട്ടുള്ളത് റിസ്വാൻക്കാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ ആകെ ഒരു പേടിയോടുകൂടാണ് നോക്കി നിൽക്കുന്നത്. അതിനെ കൊടുക്കുന്നതും അതിനെ പിടിക്കുന്നതും അതിൻ്റെ നാവ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കാണുമ്പോഴേ നമുക്ക് പേടിയാവും. ചുമന്ന കണ്ണും. അങ്ങനെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് പാമ്പിൻ്റെ തലയിൽ ഫസ്റ്റ് കിസ് ചെയ്തത് റിസ്വാൻക്കാണ്. അപ്പോൾ ആ ക്രെഡിറ്റ് കഴിഞ്ഞു. അങ്ങനെ റിസ്വാൻക്ക തോളിലിട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും എവിടുന്നോ ഒരു ധൈര്യം വന്നു. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, അതിനെ തൊട്ടാലൊക്കെ എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളത്. ഞാൻ അതിനെ ഇങ്ങനെ തൊട്ട് അതിൻ്റെ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ കുറച്ച് സ്കെയിൽസ് പോലെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അതിൻ്റെ മുഖം ആ നാവൊക്കെ കാണുമ്പോൾ ഒരു പേടിട്ടോ. അങ്ങനെ പിന്നെ എല്ലാവർക്കും നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഒരു ധൈര്യമായി. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ തോളിലിടാനും അതുപോലെ കിസ് ചെയ്യാനൊക്കെ തുടങ്ങി. ഇത് നമ്മുടെ രാജൻ ചേട്ടനാണ്. രാജൻ ചേട്ടനും പിന്നെ കുറേ ആൾക്കാർക്ക് പേടിയുള്ളവരെ മേത്തെല്ലാം അങ്ങ് കൊണ്ട് ഇട്ട് കൊടുത്തു പേടി മാറ്റാൻ വേണ്ടിയിട്ട്. ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര സെൽഫി എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ ഇതിനെ മേലിട്ട് കഴിയുമ്പോൾ ഇത് മെല്ലെ 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 നമ്മളെ ചുറ്റി വരിയാൻ തുടങ്ങും കേട്ടോ. മാത്രമല്ല നമ്മളതിനെ പിടിക്കുമ്പോഴൊക്കെ മെല്ലെ പിടിക്കണം, ഇല്ലെങ്കിൽ അതിന് വേദനയാവും. അതുപോലെ ഇപ്പം ഇങ്ങനെ വലിയ പാമ്പാണല്ലോ, അപ്പം നമ്മൾ മേലിട്ടാലും അതിൻ്റെ ബാക്കി പോർഷനൊക്കെ താഴെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പൊക്കി പിടിച്ച് ഒരുപാട് സൂക്ഷിച്ചിട്ടും ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മളതിനെ ഹാൻഡിൽ ചെയ്തത്. പിന്നെ നമ്മളെ കുറച്ച് പ്രോഗ്രാംസും ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എയർപോർട്ടിലേക്കാണ്. 9:30 ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ 5:30 ആകുമ്പോഴത്തേക്കും നമ്മൾ എയർപോർട്ടിൽ എത്തണം. മാത്രമല്ല സെൽഫ് ചെക്കിനാണ്. പിന്നെ നമ്മുടെ ലഗേജൊക്കെ നമ്മൾ തന്നെയാണ് അത് വെയിറ്റൊക്കെ നോക്കിയിട്ട് ടാഗ് ചെയ്തിട്ട് അതിൽ സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ഒരു ടാസ്ക് ആയിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അലോട്ട് ചെയ്ത വെയിറ്റ് 20 kg ആയിരുന്നു. പക്ഷേ 20.2 ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡിജിറ്റൽ വെയിങ് ആയതുകൊണ്ട് 2 പ്രാവശ്യം ഞങ്ങൾ ലഗേജ് ഇങ്ങോട്ട് തന്നെ റിജക്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ ആ 200 grams കുറച്ചതിന് ശേഷമാണ്
നമ്മുടെ ലഗേജ് ആക്സെപ്റ്റ് ചെയ്തത്. അങ്ങനെ മലേഷ്യനോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് പുറപ്പെട്ടു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.